മുജിത്തബ കാംനയി സ്വവർഗരതിക്കാരനാണ്. പുള്ളി കുപ്പിയും കോലും കളിക്കുന്നത് CIA കണ്ടുപിടിച്ചു. പുള്ളിയുടെ ഓഫീസിലുള്ള ആളുകളുമായി അത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടു. അത് കണ്ടുപിടിച്ച ആളിൻ്റെ പേര് ട്രംപ് എന്നാണ്. തൻ്റെ മുന്നിലൂടെ പോയ ഒരു സ്ത്രീരൂപത്തെയും കയ്യിൽ ഒതകിക്കിട്ടിയ ഒരു പുരുഷരൂപത്തെയും വെറുതെ വിട്ടിട്ടില്ലാത്ത, പദവിയും സമ്പത്തും സ്ഥാനമാനങ്ങളും മുഴുവൻ എല്ലാ ആഭാസത്തരങ്ങൾക്കും ഉപയോഗിച്ച ഒരു സവിശേഷമായ ദ്വീപിൽ പോയി മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പ്രായപൂർത്തിയില്ലാത്ത കുട്ടികളുമായി രമിച്ച് കളിച്ച് തിമിർത്ത അദ്ദേഹമാണ് ലോക സദാചാരത്തിൻ്റെ വക്താവായി ഈ മുജിത്തബ കാംനയുടെ സ്വവർഗരതി പുറത്തുവിട്ടിരിക്കുന്നത്. സ്വവർഗരതിക്കാരനായ അദ്ദേഹത്തെ വലിയ നീചമായ ഒരു പ്രവൃത്തി ചെയ്യുന്ന അധാർമികനായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഈ നുണബോംബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നായിരുന്നു. അതായത് ഈ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച ചില മതപുരോഹിതന്മാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു യൂറോപ്യൻ കോടതി വിധിച്ചത് $40 മില്യൺ എങ്ങാണ്ടാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞത്. 125 അളിയന്മാർക്കാണ്. അളിയന്മാരുടെ പ്രധാനപ്പെട്ട ജോലി ഇതായിരുന്നു. ആ പ്രവൃത്തികളടക്കം ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ അമ്മപെങ്ങന്മാരില്ലാത്ത, അങ്ങനെ ഒരു ബന്ധമോ നിയന്ത്രിക്കപ്പെടുന്ന സംഗതികളോ ഒന്നുമില്ലാത്ത മുഴുവൻ സന്തോഷങ്ങളും സുഖവും ഈ ഭൂമിയിൽ അനുഭവിച്ച് തീർക്കുന്നതാണ് ആനന്ദകരം എന്ന് കരുതുന്ന വ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന, അത് പ്രാക്ടിക്കലായി ചെയ്തു പോരുന്ന, കൂടെ പ്രവർത്തിച്ച ഒട്ടുമിക്ക വൈറ്റ് ഹൗസ് സ്റ്റാഫിനും അതോടൊപ്പം തന്നെ പോയ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് മുഴുവൻ ഈ ശ്രീലമ്പടൻ്റെ എല്ലാ തരത്തിലുള്ള വിക്രിയകളുടെയും കഥകൾ മാത്രം പറയാനുള്ള, അത് കേട്ട് ലോകം തന്നെ മരവിച്ചു പോയൊരു മനുഷ്യനാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇതെപ്പോഴും പലതരത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇവർക്കിഷ്ടമല്ലാതിരുന്ന നമ്മുടെ നോർത്ത് കൊറിയയുടെ കിം ജോൺ ഉന്നിനെക്കുറിച്ച് ഇതുപോലെ കുറേ കഥ ഈ അമേരിക്കൻ നുണ ഫാക്ടറികൾ പടച്ചു വിട്ടിരുന്നു. മനുഷ്യൻ്റെ ഇറച്ചിയാണ് കഴിക്കുന്നത്, ആളുകളെ എതിർക്കുന്നവരെ മിഷനിലിട്ട് ആട്ടാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ടെന്നും പറഞ്ഞ് കുറേ കഥകൾ. പിന്നെ ഇടക്കാലത്ത് വെച്ച് താലിബാനായിരുന്നു അടുത്ത ലക്ഷ്യം. ISISൻ്റെ കഥകൾ ഇഷ്ടംപോലെ കേട്ടു. ഇപ്പോൾ ISIS എന്തേ, അവരെല്ലാം ടൂറിന് പോയിരിക്കുക. കാരണം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അത് ആവശ്യമുള്ളപ്പോഴാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അവരെ അങ്ങ് അണച്ചു. അതുണ്ടാക്കിയത് ഇവർ തന്നെയാണ്, അപ്പോൾ അണയ്ക്കാനും ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ സന്ദർഭത്തിലും ഈദി അമീൻ എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരിയെ ഇതുപോലെ മോശമായി ചിത്രീകരിച്ച് മനുഷ്യനെ തിന്നുന്ന ഒരാളാക്കി മാറ്റി, ഒരു സാത്വികനായ മനുഷ്യൻ മരണം വരെ പ്രാർത്ഥനകളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന ഒരു വളരെ സാത്വികനായ മനുഷ്യനെയാണ് ഈ നീചന്മാർ ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് യവന്മാരുടെ നുണ ഫാക്ടറിയുടെ കഥകൾ നമ്മുടെ ചില മപ്രകളും തലക്കെട്ടാക്കി വാർത്തകളാക്കുന്നത് കണ്ടപ്പോഴാണ് ഇത് പറയണമെന്ന് വിചാരിച്ചത്.